ജസ്റ്റിനെ മാത്രം വിശ്വസിച്ച് കഴിയുന്ന ഒരു കുടുംബം അവനുണ്ടായിരുന്നു. ജസ്റ്റിൻ അവരുടെ ജീവിതത്തിൽ ഇല്ലാത്തതിന്റെ കുറവ് അവരിന്നും അനുഭവിക്കുന്നുണ്ട്. പക്ഷെ കുറഞ്ഞത് സാമ്പത്തികപരമായെങ്കിലും അവർക്ക് ഒരു കുറവും ഉണ്ടാവരുത്. ഗോപാലിനോട് മര്യാദയുടെ ഭാഷയിൽ ഒരു തവണ ഞാൻ ആ കാശ് കൊടുക്കാൻ ആവശ്യപ്പെട്ടതാ. അപ്പോൾ അയാൾക്ക് സാധാരണക്കാരുടെ മുന്നിൽ മുട്ടുമടക്കാൻ ഈഗോ ആണത്ര. അതുകൊണ്ട് അയാൾക്ക് സാധാരണക്കാരുടെ ശക്തി എന്താണെന്ന് അറിയിച്ചു കൊടുക്കാന്ന് ഞാൻ തീരുമാനിച്ചു. മോളെ, നിന്റെ ഉദ്ദേശശുദ്ധി എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ ഇത് അപകടം നിറഞ്ഞ കളിയാ. നീ എന്തിനാ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നേ? മര്യാദയ്ക്ക് പഠിച്ച് നല്ലൊരു നിലയിലെത്തിയതിനു ശേഷം ജസ്റ്റിന്റെ കുടുംബത്തെ നിനക്ക് സഹായിച്ചൂടെ? ജസ്റ്റിന്റെ കുടുംബത്തിന് ഇപ്പോഴാ സഹായത്തിന്റെ ആവശ്യം. അവന്റെ അനിയത്തിയുടെ പഠിപ്പ് മുടങ്ങരുത്. അവർക്ക് താമസിക്കാൻ അടച്ചുറപ്പുള്ള ഒരു വീട് വേണം. ഇതൊക്കെ ഉടനെ നടക്കണമെങ്കിൽ ഗോപാലൻ കാശ് കൊടുത്തേ പറ്റൂ. അയാള് നിനക്ക് വേണ്ടി കെണി ഒരുക്കി കാത്തിരിക്കുമായിരിക്കും. വീട്ടില് CCTVയും പട്ടികളും ഒക്കെ ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ നോക്കിക്കോളാം. നീ എന്ത് നോക്കിക്കൊള്ളാ നീ പറയുന്നേ? വർഷങ്ങളായിട്ട് മോഷണത്തിന് പോകുന്ന വലിയ കള്ളന്മാരെ പോലെയാ നീ ഇപ്പൊ സംസാരിക്കുന്നേ. നിന്നെ ആ വീടിന്റെ പരിസരത്ത് നിന്നും ഗോപാലിന് കിട്ടിയ നിന്റെ ജീവിതം അതോടെ അയാൾ നരകമാക്കും. ജയിലിൽ പോവേണ്ടി വരുമെന്ന കാര്യത്തിൽ സംശയമില്ല. മോളെ, നിന്റെ പഠിപ്പും ഭാവിയും ഒക്കെ പോവും. ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ ഇതിനിറങ്ങി തിരിച്ചത്. നീ എന്നെ തോൽപ്പിക്കാൻ വേണ്ടിയാണോ ഇതെല്ലാം ചെയ്യുന്നത്? എനിക്ക് ആരെയും തോൽപ്പിക്കണമെന്നൊന്നും ഇല്ല ചേച്ചി. പക്ഷേ തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടണം. അച്ഛൻ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ഗോപാലനെ പോലുള്ളവരെ വരച്ച വരയിൽ നിർത്താൻ വേണ്ടതെല്ലാം ചെയ്തേനെ. അദ്ദേഹത്തിന് യൂണിഫോം ഒരിക്കലും ഒരു തടസ്സമായിരുന്നില്ല, മറിച്ച് ബലമായിരുന്നു. ചേച്ചിക്ക് അച്ഛനെ പോലെ എന്തുകൊണ്ടോ ആകാൻ പറ്റുന്നില്ല. അത് സാരമില്ല. യൂണിഫോം ഇല്ലാതെ ആ പണി എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ.